പറഞ്ഞ സാധനം കഴിച്ചില്ലേ ലൈല എന്ന് പറയുമ്പോ ഊണ് കഴിച്ചെന്ന് ചോദിച്ചിട്ട് ആരാന്ന് കാണത്. അത് നമ്മൾ ഈ അസ്സലാമു അലൈക്കും എന്നൊക്കെ അങ്ങനെയാണ് അതിന്റെ സംഭവം. ഇതില് ആ ഒരു താങ്കിങ് അങ്ങനെ അങ്ങ് പൊക്കോട്ടെ. കല്യാണത്തിന് ചില പഴമൊക്കെ ചീഞ്ഞു പോകും, നല്ലത് നമ്മൾ എടുക്കും. അതിൽ ചീഞ്ഞ പഴമാണ് ചേട്ടൻ. ആ ഇവൻ നല്ല പഴം, ഞാൻ ചീഞ്ഞ പഴം, ഇവൻ നല്ല പഴം. അപ്പൊ ഒരിക്കലും പഴക്കൂല. ഇടിമിന്നലേറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊച്ചാപ്പയ്ക്ക് എന്നാ മൂത്തുമ്മ ചെറിയ കുട്ടി ഉടുപ്പ് കൂട്ടണ്ട പറ മൂത്തുമ്മ. കൊച്ചാപ്പയ്ക്ക് ഉണക്കമുന്തിരിയുടെ ബിസിനസ് ഉണ്ടാ? ഉണ്ട്. ഉണ്ടാ? കള്ളവാറ്റിനകത്തിനാ വേണോ? അല്ല അല്ല, മൂക്കില് ഉണക്കമുന്തിരി ഇരിക്കുന്നു. അത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമാണ്. ഞാൻ ഈ അത്തറിന്റെ കൂടെ ഇടയ്ക്ക് ഉണക്കമുന്തിരിയും കൊടുക്കും. വെറുതെ എന്നും അങ്ങനെ പറയൂരാനായിട്ട്. ഇയാളെ കൊറേ സ്റ്റേജസിലെല്ലാം ഞാൻ കാണുമ്പോ വെറുതെ ഇങ്ങനെ വായ നോക്കി പോലെ അങ്ങോട്ട് ഏതോ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ കൂടെ റൊമാൻസ് ചെയ്യാൻ തോന്നി. അന്ന് എന്തോ എന്റെ ഒരു മോശം സമയം. ഇതിനു മുമ്പ് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴല്ലേ? എങ്ങോട്ടാ പറഞ്ഞു പോണേ? അങ്ങോട്ട് തന്നെ. നൈസ് ടു സീ യു. നമുക്കൊന്നും കൂടി റൊമാൻസ് ചെയ്താലോ? കണ്ണാടല്ലാതെ ഒരു സ്പോട്ട്ലൈറ്റ് കിട്ടട്ടെ. എന്നെ ഉരുകി ഒരു ലഡ്ഡു പൊട്ടാൻ വേണ്ടി ഒന്ന് സ്പോട്ട്ലൈറ്റ്. പൊട്ടിക്കരേ, അവന് ഷുഗർ ഉള്ളതാണ്. അയ്യോ കണ്ണൂരം ചിങ്കാരം, കണ്ണൂരം ചിങ്കാരം, ഈ പൂവിൽ വന്നു സുമേഷ് ചോദിക്കാൻ ലൈറ്റ് ഓഫ് ചെയ്യണ്ടേന്ന്. കാതോരം കിന്നാരം, ഈ കാട്ടിലാടുമീറമൂളവേ, ഈ നെഞ്ചിലെ സാവേരികൾ പെയ്തു തോറുമിന്ദ്ര നീലരാവായി. ചിങ്കാരം കണ്ണൂരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ടുമൂളവേ. സുമ ഓക്കേ അല്ലേ? പിന്നെ കറക്റ്റ് പപ്പുമോൻ. എന്താ സുമേഷേ, ഇത്ര ട്രെയിനിങ് തന്നിട്ട് ഞാൻ പോയി തിരിച്ചു വരുമ്പോ ഒരു മാറ്റമില്ലല്ലോ. വൈ? അതെ, ഒട്ടും കോപ്പറേറ്റ് ചെയ്തില്ല കേട്ടോ ചേച്ചിയുടെ. അതെ, ചേച്ചി ഇത്ര എഫേർട്ട് എടുത്ത് ഇത്ര നല്ല രീതിയിൽ തോൽവിയായിരുന്നു അവൻ. അതൊക്കെ പിന്നുവടിമാലി ആവണ്ടായിരുന്നു. ചേച്ചി സ്റ്റോപ്പ് എന്ന് പറഞ്ഞേനെ. ആണോ? ആ